സങ്കടത്തോടെ പറയട്ടെ, നമ്മൾ ഏറ്റവും അധികം വിഷമിക്കുക എപ്പോഴാണെങ്കിൽ നിങ്ങൾക്കൊരു പെൺകുട്ടി വേണം, അവൾക്കൊരു 19 വയസ്സാകണം. അവളെ നിങ്ങൾ നല്ല ആഭരണവും സൗകര്യങ്ങളും എല്ലാം നോക്കി എല്ലാ നിലക്കുള്ള ഒരു നല്ല ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചു കൊടുത്ത് ഒരാഴ്ച അവൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് അവളങ്ങ് പൊട്ടിക്കരഞ്ഞു വീട്ടിലേക്കുള്ള ആദ്യ വരവിൽ. എന്നിട്ട് പറഞ്ഞു, ഉമ്മ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ അങ്ങോട്ട് പോവില്ല, എന്നെ നിർബന്ധിക്കുക, നിങ്ങൾ എന്തിനാണ് എന്നെ സമാധാനമായി ജീവിക്കുന്ന എന്നെ എന്തിനാണ് നിങ്ങളൊരു ഇടങ്ങേർക്ക് വീഴ്ത്തിയത്, എനിക്ക് ഭർത്താവ് വേണ്ട, എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ അടുത്ത ആഴ്ചയിൽ നിങ്ങളുടെ മോൾ പൊട്ടിക്കരഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാനാകുമോ സുഹൃത്തുക്കളെ? അത് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റൂലല്ലോ. എന്നാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിൽ ആൺകുട്ടികൾക്കുള്ള സെഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവർക്കൊരു ഇൻട്രഡക്ഷൻ കൊടുത്തു, ആദ്യം ഒരു വിശദീകരണം കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങൾക്ക് എന്തൊക്കെയാണ് കല്യാണം കഴിച്ചാൽ ഉണ്ടാകാവുന്ന ആശങ്കകൾ, അതൊക്കെ നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. ഒരു ഒതുങ്ങിയ സദസ്സാണ്. ആ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു 10-20 കൊല്ലമായി കുടുംബകാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, ഇതൊന്നും അറിയാത്ത ഈ പയ്യന്മാർക്കെങ്ങാനും നമ്മളെ പെൺകുട്ടികളെ കുറിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ ആ പെൺകുട്ടികൾ മരണം വരെ കണ്ണീര് അനുഭവിക്കേണ്ടി വരും. അവർക്കറിയില്ല വിവാഹം എന്തെന്നറിയില്ല, ഒരു പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ എന്തെന്നറിയില്ല, അവളോട് എന്തു ചെയ്യണമെന്നറിയില്ല, അവളോട് എന്ത് പെരുമാറണമെന്നറിയില്ല, ഒന്നും അറിയില്ല സുഹൃത്തുക്കൾ. അറിയില്ലെങ്കിൽ അവർ അപകടത്തിൽപ്പെടും. അറിയാത്തത് കൊണ്ടാണ് അപകടത്തിൽപ്പെടുന്നത്.